ഹേ ഗായ്സ്, അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിടിലം പോലത്തെ 3 ലാഗ് ഫിക്സിങ് കാര്യങ്ങളൊക്കെ, അതുപോലെ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ ഫിക്സ് ആക്കുന്ന പിങ് ഉണ്ടെങ്കിൽ കുറച്ച് ഫിക്സ് ആക്കുന്ന ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് കിടക്കുന്ന മുമ്പ് ചാനൽ ആദ്യമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. നമ്മൾ റോഡ് ടു 10K അതുപോലെ 200 നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഷാർക്ക് സ്പേസ് എന്നാണ് ആപ്ലിക്കേഷൻ. ഈ ഒരു രീതിക്കായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ലോഗോ കാണാൻ സാധിക്കുക. ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല, ക്രോം എന്നാണ് ഡൗൺലോഡ് ചെയ്ത്. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. ഓക്കെ, ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഷാർക്ക് സ്പേസ് എന്നൊക്കെ ഇത് കാണിച്ചിട്ട് ഒരു ബ്ലാക്ക്, പിന്നെ ഗെയിം ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പച്ച കളറിൽ എത്രയും മെനു കാര്യങ്ങൾ കാണും. അതിന് ശേഷം ഫസ്റ്റ് 24% എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസിൻ്റെ ഇതാണ്. ഓക്കെ, 34% ആണ് പെർഫോമൻസ് FPS കിട്ടുന്നത്. ഓക്കെ, എത്ര FPS കിട്ടുന്നത്? എനിക്കിപ്പോൾ 34 FPS ആണ് കിട്ടുന്നത്. അതുപോലെ 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് സ്പീഡാണ്, വൈഫൈൻ്റെ സ്പീഡ്. അപ്പോൾ 37 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വന്നിട്ട് ഡിവൈസിൻ്റെ ഹീറ്റ്, എത്ര ഹീറ്റാണ്. ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു 30 ഹീറ്റിലാണ് ഉള്ളത്. പിന്നെ പെർഫോമൻസ് കൊടുത്ത കുറച്ച് ആഡ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഷാർക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാച്ച് ക്ലിയർ, അതുപോലെ WA ക്ലിയനർ, പിന്നെ നിക്സ് ട്രാക്കർ, ആപ്പ് അനലൈസർ, ക്രോസ് ഹെയർ, GFS ടൂള്, ലോഗോ മേക്കർ, ഗെയിം സെൻറ്റർ എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇത് ആദ്യം അൺലോക്ക് ചെയ്യണം. കുറച്ച് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ആപ്പിനകത്ത്, എന്നാണ് ഇതൊക്കെ കേട്ടത്തുള്ളൂ. ഓക്കെ, പിന്നെ അത്യാവശ്യം ആഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്ക് അടിക്കുമ്പോൾ. ഓക്കെ, ഞാൻ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ, ജസ്റ്റ് കട്ട് ചെയ്ത് കളയുന്നതാണ്. പിന്നെ തൊട്ട് താഴത്തായിട്ട് നിങ്ങൾക്ക് ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കുന്നു, ജോയിസ്റ്റിക്കിൻ്റെ പോലത്തെ. നിങ്ങൾക്ക് ഗെയിം ആഡ് ചെയ്യാനാണ്. പിന്നെ റൈറ്റിനകത്ത് അതേപോലെ ഒരു പ്ലസ് കാണാൻ പറ്റുന്നതായിരിക്കും. ആ പ്ലസ് അമർത്തതിന് ശേഷം കുറച്ച് ലോഡാവും. അതുപോലെ കറങ്ങി കളിച്ചുകൊണ്ടിരിക്കണം ഒരു പച്ച കളറിൽ ലോഗോ വെച്ചിട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഫോണിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ടുള്ള സകലമായ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രീ ഫയർ മാക്സ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ബാറില്ല, അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുക. സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണും. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, സ്റ്റാർ വരും. സ്റ്റാർ വന്നതിന് ശേഷം പ്ലസ് അമർത്തുക. പ്ലസ് വന്നതിന് ശേഷം ആപ്പ് ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ പ്ലസ് ബാറിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അഡീഷണൽ സെറ്റിംഗ്സ് പറഞ്ഞിട്ട് ഒരു കാര്യങ്ങളൊക്കെ കാണാം. തൊട്ടപ്പുറത്ത് ഒരു പവർ ബട്ടൺ ഓഫ് ഓണും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അഡ്വാൻസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മെമ്മറി ഒപ്റ്റിമൈസ് നെറ്റ്വർക്ക് സ്പീഡ് കാര്യങ്ങൾ, അതുപോലെ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ അറിയാലോ, എന്തൊക്കെ കോഡ് വന്നാലും മെസ്സേജ് വന്നാലും സ്ക്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഓട്ടോമാറ്റിക്കലി കട്ടായി പോകുന്നതായിരിക്കും. ഓക്കെ, കട്ടായി പോവുകയല്ല, കാണാൻ പറ്റില്ല, അത്ര തന്നെ. പിന്നെ അഡ്വാൻസ് സെറ്റിങ്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോ ഗെയിമർ, അതുപോലെ ഷോ FPS പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് എവിടെയെങ്കിലും FPS ആയിട്ട് കാണും. പിന്നെ RGB ആയിട്ട് കാണണമെങ്കിൽ വെച്ചാൽ കളർ മാറ്റിയിട്ട് കാണും. 1 ലിറ്റർ വേറെ കളർ, 1 ലിറ്റർ വേറെ കളറിൽ ചുവപ്പ് മഞ്ഞയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇത്രയും. ഇതൊക്കെ അൺലോക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും അൺലോക്ക് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. പിന്നെ റേറ്റിംഗ് കാര്യങ്ങൾ, പ്രൈവസി പോളിസി, അതൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്ക് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രീ ഫയർ കൊടുക്കുക. അതിന് ശേഷം ഓപ്പൺ ഗെയിം ഒന്ന് കൊടുക്കുക. ഓപ്പൺ ഗെയിം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബൂസ്റ്റിംഗ് എന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ 20 GB നിങ്ങൾക്ക് ക്യാച്ച് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. പിന്നെ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷനിലോട്ട് കിടക്കാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പറഞ്ഞാൽ GG ബൂസ്റ്റ് എന്നാണ്. ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് യെല്ലോ കളർ ലോഗോ കാണാം. ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിനകത്ത് അവൈലബിൾ ആണ്. ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കയറുക. ഫസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ടേംസ് ആൻഡ് സർവീസ് കാണാം. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, അപ്സെറ്റ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് ടോപ്പായിട്ട് 41% എന്താണ് നിങ്ങളുടെ സിമ്മിൻ്റെ ഡിവൈസിൻ്റെ സ്റ്റോറേജ് അല്ല, എത്ര ബാക്കി ഉണ്ട് എന്നുള്ളതാണ് അതിൽ %. അതിന് തൊട്ടപ്പുറത്ത് 76% എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം. ഇപ്പോൾ 76% ചാർജ് ഉണ്ട്, വൈഫൈ 2 കട്ടയൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റിലും റൈറ്റിലായിട്ട് സെയിം ആയിട്ട് 2 ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ്. ആ 2 ബട്ടൺ ഒരേ ബട്ടണാണ്, ആപ്പിൻ്റെ ഫീച്ചറാണ്, ആപ്പിൻ്റെ മെനു. ഓക്കെ, അഡ്വാൻസ് സെറ്റിങ്സ് പോലെ. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കറണ്ടായിട്ട് വൈഫൈൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാം. അതുപോലെ ന്യൂ ആപ്പിനെ കുറിച്ച്, പിന്നെ ഡിവൈസിൻ്റെ സ്റ്റോറേജ് എത്ര, ടോട്ടൽ 128, അതുപോലെ 24 GB യൂസ് ആക്കിയിട്ടുണ്ട്, 54 GB യൂസ് ആക്കാനുണ്ട്. പിന്നെ ക്രോസ് ഹെയർ സെറ്റിങ്സ്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും. ഇപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, എന്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് അടിക്കാം. അതിനുശേഷം 38° ഹീറ്റ് ഉണ്ട്, 1% കുറച്ച് കൂടിയിട്ടുണ്ട്. റെക്കോർഡ് ചെയ്തിട്ട് കുറച്ച് നേരമായി. പിന്നെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിങ്ങിന് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വൈഫൈൻ്റെ സ്പീഡ് എത്രയാണ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് റൺ കൊടുക്കുക. അതിനുശേഷം ഒരു മിനിറ്റോളം നിങ്ങൾക്ക് റൺ ആവുന്നതാണ്. 22 എന്ന് പറഞ്ഞ് കൂടുന്നുണ്ട്. ഓക്കെ, 24 സ്പീഡാണ് എനിക്കുള്ളത്, വൈഫൈൻ്റെ സ്പീഡ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഏറ്റവും താഴത്തെ ലെഫ്റ്റിനകത്ത് പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കുന്ന ഒരു ജോയിസ്റ്റിക്കിൻ്റെ പോലെ. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഗെയിം ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് അതിനൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോഡിംഗ് എന്ന് പറഞ്ഞ സെറ്റിങ്സ് ഇങ്ങനെ കറങ്ങുന്നതായിരിക്കും. അതിനുശേഷം ജസ്റ്റ് മേലെ കുറച്ച് ബട്ടൺസ് ഉണ്ട്. 36% റാം അവൈലബിൾ, 90% FPS ഒക്കെ ഫേക്കാണ്. ആകെ അതിനകത്ത് ടെമ്പറേച്ചർ മാത്രമാണ് കറക്റ്റ്. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ജസ്റ്റ് ആഡ് കൊടുക്കുക. ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആഡ് കൊടുത്തതിന് ശേഷം വീണ്ടും സെറ്റിങ്സ് കറങ്ങി കളിക്കും. അതിനുശേഷം നേരത്തെ കണ്ട പോലെ തന്നെ ഇതിനകത്ത് ഫ്രീ ഫയർ ജസ്റ്റ് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് തപ്പുക. അപ്പോൾ ഫ്രീ ഫയർ മേലോട്ട് താഴോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് കൊടുക്കുക. അതിനുശേഷം ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തതിന് ശേഷം വീണ്ടും ബാക്ക് വന്നതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, വീണ്ടും പ്ലസ് ബട്ടൺ നിൽക്കുക. പ്ലസ് ബട്ടൺ നിൽക്കിയതിന് ശേഷം ഇങ്ങനെ ഫ്രീ ഫയർ മാക്സ് കാണാം.
ഇപ്പോൾ ഫ്രീ ഫയർ അതിൻ്റെ മേലെ ഒന്ന് തൊടുക. അതിൻ്റെ മേലെ തൊടുമ്പോൾ നിങ്ങൾക്ക് DND ഓഫും FPS ക്രോസ് ഹെയർ ഓഫായി കാണും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഓഫാക്കി ഇട്ടിരിക്കുക, അത് ഓണാക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓണാക്കാം. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റണ്ണ് ഗെയിം എന്ന് കൊടുക്കുക. ഓക്കെ, റണ്ണ് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ബൂസ്റ്റിംഗ് എന്ന് കാണാം. അപ്പോൾ ഈ ഒരു ആപ്പ് ബൂസ്റ്റ് ചെയ്യുന്നത് എത്ര ശതമാനം ബൂസ്റ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 35% ബൂസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് മൂന്നാമത്തെ ആപ്ലിക്കേഷനിലോട്ട് കിടക്കാം. നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഗെയിം ടർബോ എന്ന കാര്യങ്ങളൊക്കെയാണ്. ഇത് എല്ലാ ഡിവൈസിനകത്തും ഉണ്ടാവും. ഓൾമോസ്റ്റ് റെഡ്മി, റിയൽമി, പോക്കോ, MIU ഡിവൈസ്, ഷോമിയുടെ ഡിവൈസിനകത്ത് എല്ലാത്തിനകത്തും ഉണ്ടാവും. ഓക്കെ, സ്നാപ്ഡ്രാഗൺ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു രീതിക്ക് ഇൻ്റർഫേസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, എന്നിരുന്നാലും പറയുന്നു അറിയാത്തവർക്ക് വേണ്ടി. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ക്രോമിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിന് ലിങ്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടേക്കാം. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ടോപ്പിനകത്ത് കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതൊക്കെ എനിക്ക് ബഗ് അടിച്ച് കിടക്കുകയാണ്. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് പ്ലസ് ബട്ടൺ ഏറ്റവും മേലെ ടോപ്പിൽ റൈറ്റ് ആയിട്ട് കാണാം. തൊട്ടപ്പുറത്തെ സെറ്റിങ്സ് കാണാം. അപ്പോൾ സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. ജനറൽ സെറ്റിങ്സ്, പെർഫോമൻസ്, ഗെയിം DND. ഇപ്പോൾ ജനറൽ സെറ്റിങ്സിനകത്ത് ഗെയിം ടർബോ ഓൺ ആക്കണം, ഷോർട്ട് കട്ട്. പിന്നെ പെർഫോമൻസ് മോഡിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വൈഫൈ സ്റ്റേബിളാക്കി നിർത്തണോ, അതുപോലെ ടച്ച് റെസ്പോൺസ് കാര്യങ്ങളൊക്കെ എങ്ങനെ വെക്കണം കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഓണാക്കി ഇടുക. അതിനുശേഷം മെമ്മറി എക്സ്റ്റൻഷൻ ഉണ്ടാവും, അതെന്ത് ചെയ്യുക, അത് ഓണാക്കണം എന്നില്ല. അത് പിന്നെ ഗെയിമും ഇതായിട്ട് ബന്ധമൊന്നുമില്ല. ഓക്കെ, അത് ഓണാക്കേണ്ട ആവശ്യമില്ല. പിന്നെ DND അതെന്തായാലും ഓണാക്കി ഇടുക. അത് ഓണാക്കിയിട്ട് എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ മെസ്സേജോ കോളോ ചെയ്താൽ വരാതിരിക്കത്തുള്ളൂ. പിന്നെ തൊട്ട് താഴത്ത് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്താ കാണാമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫാൾട്ടായിരിക്കും കിടക്കുക. ജസ്റ്റ് അതെന്ത് ചെയ്യുക, ബാലൻസ് കുറേ കാര്യങ്ങളുണ്ട്. ഡിഫാൾട്ട്, പിന്നെന്താണ് ഡിഫാൾട്ട്, സേവ് പവർ, ബാലൻസ്ഡ്, ഹൈ ക്വാളിറ്റി, കസ്റ്റം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കസ്റ്റത്തിലോട്ട് വരിക. കസ്റ്റത്തിലോട്ട് വന്നതിന് ശേഷം എന്ത് ചെയ്യുക, അതങ്ങോട്ട് ഫുള്ളാക്കി ഇടുക. എല്ലാം ഫുള്ളാക്കി ഇടുക. മാക്സിമം എന്തൊക്കെ പറ്റുന്നു എല്ലാം ഫുള്ളാക്കി ഇടുക. ഓക്കെ, എത്രയും മാക്സിമം ചെയ്ത് വെക്കുക. അതിന് ശേഷം GPU സെറ്റിങ്സ് കഴിഞ്ഞു. പിന്നെ അഡീഷണൽ സെറ്റിങ്സ് എടുക്കുക. അഡീഷണൽ സെറ്റിങ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ടച്ച് റെസ്പോൺസും എല്ലാം ഫുള്ളാക്കി ഇടുക. അല്ലെങ്കിൽ ഒരു 90% ആക്കി വെക്കുക. നമ്മളിത് ബ്രസീൽ സെൻസി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ ടോക്ക് ബാക്ക് സെറ്റിങ്സിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ചെയ്യുക. അതിന് ശേഷം നിങ്ങളൊന്ന് റൺ ചെയ്യുക. അപ്പോൾ നേരത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മൾ പോയിൻ്റർ സ്പീഡ് കാര്യങ്ങളൊക്കെ DPI കാര്യങ്ങളൊക്കെ മാറ്റുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ടച്ച് റെസ്പോൺസ് വരുന്നുണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച്. അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് അടിക്കാത്തവർക്ക് എന്ത് ചെയ്യുക, വീഡിയോയ്ക്ക് കൂടി ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ടൈം കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ എനിക്ക് ഗെയിമിനോട് കയറുന്ന നേരത്തെ 30 FPS കാര്യങ്ങളുണ്ട്. പിന്നെ FPS കയറി പോകുന്നുണ്ട്. ഇപ്പോൾ പെർഫോമൻസ് മോഡിലുള്ള, ബാലൻസ് മോഡിലിട്ട് കഴിഞ്ഞാൽ 55, 58 കാണിക്കുന്നുണ്ട്. ഗ്രാഫ് കയറിയും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, പെർഫോമൻസ് മോഡാണ് പ്രിഫർ ചെയ്യുന്നത്, അതെടുത്തിടുക നിങ്ങൾ. ഇപ്പോൾ ഗെയിം കാര്യങ്ങളൊക്കെ ലോഡായി. ഇപ്പോൾ ഗെയിമിനകത്ത് എനിക്കൊരു 30 FPS കിട്ടുന്നത്. പിന്നെ 58 കാണിക്കുന്നുണ്ട്. 58 കിട്ടത്തില്ല. ഓൾമോസ്റ്റ് ഒരു 38 വേണമെങ്കിൽ 40 ആ റേഞ്ച് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഗെയിമിനകത്ത് കുറച്ച് സെറ്റിങ്സ് ചെയ്ത് നിങ്ങൾക്ക് പിങ് ഉണ്ടെങ്കിലും ചെറുതായിട്ട് ലാഗ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, ഫിക്സ് ആക്കാൻ പറ്റും. അപ്പോൾ ചെറുതിൽ ലാഗൊക്കെ ഉണ്ടാവും നിങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് കളിക്കുകയാണെങ്കിൽ. ഓക്കെ, അതിനെപ്പറ്റി എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. റെക്കോർഡ് ചെയ്യാണ്ട് നോർമലി ഗെയിം പ്ലേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അക്കൗണ്ട് സെറ്റിങ്സ് എടുക്കുക, അക്കൗണ്ട് ആൻഡ് ബേസിക്സ് എടുക്കുക. അതിനുശേഷം ബ്രൗസർ ക്യാച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിയർ എന്ന് കാണാൻ സാധിക്കും. അതെന്ത് ചെയ്യുക, ഒരു 3 എന്ത് ചെയ്യുക, ക്ലിയർ കൊടുക്കുക. ഇങ്ങനെ ഇൻവിറ്റേഷൻ ഒക്കെ വന്ന് ഓടിക്കുന്നുണ്ട്, അതൊക്കെ കട്ടടിച്ച് കളഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും ജസ്റ്റ് ക്ലിയർ ചെയ്യുക ഒരു 3 വട്ടം. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴത്ത് റിപ്പോർട്ട് നെറ്റ്വർക്ക് ഇഷ്യൂ, അത് നിങ്ങൾക്ക് പിങ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് പിങ് മാറ്റാൻ സഹായിക്കും. അതൊരു 3 വട്ടം കൊടുക്കുക. ഞാൻ ഇപ്പോൾ 1 വട്ടം കൊടുത്തുള്ളൂ. ഇപ്പോൾ ഇൻ ഗെയിമിനകത്ത് എത്ര FPS കിട്ടുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ലോൺ ഓഫ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, സ്റ്റാർട്ട് ആക്കുന്നുണ്ട്. വീഡിയോ ഒത്തിരി ലോങ് ആക്കുന്നില്ല, എന്ത് ചെയ്യാം, നമുക്ക് ഗെയിം പ്ലേയിലോട്ട് കിടക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ എന്ത് വേണം, അടുത്ത വീഡിയോ ഇങ്ങനത്തെ വീഡിയോ വേണം, ജസ്റ്റ് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലത്തെ വീഡിയോ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റെക്കോർഡിങ്ങിലായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഗ്ലൂ കാര്യങ്ങളൊക്കെ ഇടുന്നതിന് എനിക്ക് ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ ലാഗ് കാര്യങ്ങളൊക്കെ മാറി പെട്ടെന്ന്. ഓക്കെ, പിന്നെ ഒരു എനിമി ഉണ്ടായിരുന്നു, അവനൊരു ഹെഡ് ഷോട്ട് കാര്യങ്ങളൊക്കെ അടിച്ചു. ഓക്കെ, ഇപ്പോൾ ഞാൻ യൂസ് ആക്കുന്ന ഒരു പ്രീമിയം സെൻസാണ്. അതെന്താ ഹെഡ് അങ്ങനെ കയറുന്നു ചോദിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് പറഞ്ഞു. പിന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ FPS കാര്യങ്ങളൊക്കെ കോഡിങ് കുറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് ഗ്രാഫ്. ഓക്കെ, ഇത്രയുള്ള വീഡിയോ. അപ്പം എന്തായാലും അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.